അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവൾ കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൾ എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, നീ എന്നാൽ തിരിച്ചു പോര്, വീട്ടിലാണെങ്കിൽ അവളെ സ്വീകരിക്കും, ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നീ നമുക്ക് റെഡിയാക്കാം, ജോലിയല്ലേ, അവൾക്ക് ജോലി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ, കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ്, അവരെ നോക്കാൻ ഇനി വേറെ 3 പെൺമക്കളാണുള്ളത്. അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി പോരും എന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. പിന്നെ വേറെ ഇതുണ്ട്, അയാൾ വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യും. അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം, അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യും, മെസ്സേജസ് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു അയാൾ. ഒരു ഹെവി ടോക്സിക് ആയ പേഴ്സണാലിറ്റിയാണ് ഈ പ്രവീണിന്റേതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് പൊതുസമൂഹത്തിലും തൊഴിലിടങ്ങളിലും ഒക്കെ മറ്റൊരു മാന്യനായ വ്യക്തിയുടെ മുഖവും സ്വന്തം വീട്ടിൽ ഭാര്യയോടെ ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ഒരു ഭർത്താവിന്റെ മുഖവുമാണുള്ളത്. അതുതന്നെയാണ് ഈ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇയാള് പൊതുസമൂഹത്തിൽ എല്ലാവരും വളരെ മാന്യമായി പെരുമാറുമ്പോൾ ഭാര്യയോട് വളരെ മോശമായി, അതിക്രൂരമായി, സദാ സംശയത്തോടെ, സദാ ദുഷ്ടലാക്കോടെ മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് വേണം ഇയാളെ കാണുവാൻ. ആ സുഹൃത്തിന്റെ വാക്കുകൾ തന്നെ കൃത്യമായിട്ടുണ്ട്. എത്രമാത്രം വലിയ പീഡനമായിരിക്കും വിഷ്ണുജ അയാളുടെ കൂടെ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നൊന്നും. സ്വസ്ഥമായിട്ടൊന്ന് ഫോൺ ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ, വീട്ടുകാരെ വിളിക്കാൻ കഴിയാതെ, സദാ സംശയത്തിന് നിലനിൽക്കുന്ന ഭർത്താവും കുറ്റപ്പെടുത്തലുകളും അപഹസിക്കലും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ ആ കുട്ടി ഈ കാലയളവിൽ മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം. ഇതില് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് പോലീസ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ, അതുപോലെ തന്നെ ഭർതൃപീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള BNS 85 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇയാളെ പ്രതി ചേർത്തതിന് ശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്യാനായിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കോടതിയിലാണ് ഇയാൾ പ്രതി ഇപ്പോൾ ഉള്ളത്. നിലവിൽ വിഷ്ണുജ ഉപയോഗിച്ച ഫോണും മറ്റുമൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവരതെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക്, ഇതിന്റെ വിദഗ്ധർക്ക് പരിശോധനയ്ക്കായിട്ട് കൈമാറിയിട്ടുണ്ട്. എന്തെല്ലാം ശബ്ദ സന്ദേശങ്ങളാണ് അതിലുണ്ടായിരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് എന്നെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം മൊഴി വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുമുണ്ട്.